തിരുവനന്തപുരം പാറശാലയിൽ ഇളകി വീണ പാറക്കിടയിൽ കുടുങ്ങിയ വയോധികയെ പുറത്തെടുത്തിരിക്കുന്നു. അമൽ, ആശ്വാസകരമായ വാർത്തയാണ് പാറശാല പള്ളികളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നത്. കാരണം ഏറെ സമയമായി പാറക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വൃദ്ധയെ ഇപ്പോൾ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ സമീപത്തെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് മാത്രമാണ് പുറത്തെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ ഒരു മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം കുറച്ചെങ്കിലും വൈകിയത്. പക്ഷേ പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ട്, നാട്ടുകാരും ചേർന്നുകൊണ്ട് പാറക്കടിയിൽ ഈ വൃദ്ധ പെട്ടയുടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു പാറയാണ് ആ മണ്ണിൽ നിന്ന് ഇളകി വീണ് ഇവർക്ക് മുകളിലേക്ക് പതിച്ചു കിടന്നത്. അതൊരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കാത്ത അത്രയും വലുപ്പമുള്ള ഒരു പാറയായിരുന്നു. തുടർന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്ന് സമീപത്തു നിന്ന് ഒരു JCB കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഈ JCB കൂടി ഇവിടെ എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ JCB ഉപയോഗിച്ച് പാറകഷ്ണം അവിടെ നിന്ന് പാറകഷ്ണത്തിന്റെ ഒരു വശം ഉയർത്തിയ ശേഷം ഈ വൃദ്ധയെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ അരയ്ക്ക് താഴ്ഭാഗം മാത്രമാണ് പാറക്കിടയിൽ കുടുങ്ങിക്കിടന്നത്. അതുകൊണ്ട് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ. എന്തായാലും ഈ പുറത്തേക്ക് എടുത്ത വൃദ്ധയെ ഇപ്പോൾ ആംബുലൻസിൽ പാറശാല തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ജിബിൻ, നിലവിൽ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഫയർഫോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം മാത്രമാണുള്ളത്. ഫയർഫോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് വൃദ്ധയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമില്ല. പക്ഷേ ഈ അരയ്ക്ക് ഭാഗം പൂർണ്ണമായി പാറക്കടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാത്രമേ അക്കാര്യങ്ങളിൽ വ്യക്തമാവുകയുള്ളൂ. ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ജീവനോടെ ഈ വൃദ്ധയെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഒരു പറമ്പിന്റെ ഒരു വശത്ത് നിന്ന് മണ്ണും പാറയും ഒന്നിച്ച് ഇടിഞ്ഞ് താഴേക്ക് വരുന്നു. അവിടെ താഴേക്ക് നിൽക്കുകയായിരുന്നു. വൃദ്ധയ്ക്ക് മുകളിലേക്കാണ് ഈ പാറകഷ്ണം പതിക്കുന്നത്. പാറകഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാറയല്ല, വലിയൊരു പാറ തന്നെയാണ്. ഉരുണ്ടുവന്ന ഈ മണ്ണിനോടൊപ്പം ഉരുണ്ടുവന്ന് ഈ വൃദ്ധയ്ക്ക് മുകളിലേക്ക് പതിക്കുകയും ചെയ്തത്. പക്ഷേ വൃദ്ധയെ ആ സമയത്ത് പുറത്തെടുക്കാൻ സാധിക്കാത്തത് ഒരു വലിയ താമസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മഴയായിരുന്നു, അതായിരുന്നു ഒരു വില്ലനായി മാറി. എന്തായാലും പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ട് JCB ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ അവിടെ സമീപത്തുണ്ടായിരുന്ന മണ്ണ് മാറ്റിയതിനു ശേഷമാണ് പാറ ഒരു വശത്തേക്ക് മാറ്റാനായി സാധിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വൃദ്ധയെ ജീവനോടുകൂടി തന്നെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ശരി, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. എന്നാലും രാവിലെ അത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചു, വീടിനോട് ചേർന്ന് ശുചിമുറി ഇല്ലായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. എന്തായാലും ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.